ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. സമയം 9:10. നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ് 24,768 അപ്സൈഡ് ലിക്വിഡിറ്റി. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും എൻ്റെ ട്രേഡ് പ്ലാൻ. അതുപോലെ 24,574 താഴേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ. അതുപോലെ 24,500 ഒക്കെ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. താഴെ ഒരു 2-3 ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് നിഫ്റ്റിയിൽ. മുകളിൽ ടോപ്പിൽ 24,768 ഉള്ളത് താഴേക്ക് നോക്കാൻ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 53,080, 53,320 ഈ രണ്ട് ലെവൽസാണ് ആദ്യം ടാപ്പ് ചെയ്യുന്നതെങ്കിൽ അപ്സൈഡിലേക്കും, അല്ലെങ്കിൽ 53,868 ആദ്യം വരുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കുമാണ് ഇപ്പോഴത്തെ ട്രേഡ് പ്ലാൻ. ഓവറോൾ മാർക്കറ്റ് അപ്സൈഡ് ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് അറിയില്ല, ഇനി നമുക്ക് എന്താണ് മാർക്കറ്റ് ലിക്വിഡിറ്റി ഏരിയ എത്തുമ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്നെൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചിന്ത വരുമ്പോഴാണ് പ്രശ്നം വരിക. മാക്സിമം ഞാൻ ഇന്ന് എൻ്റെ 2-3 അവസരങ്ങൾ ഞാൻ യൂസ് ചെയ്യും. അതിൽ ടാർജറ്റ് ആണെങ്കിൽ ഓക്കെ, SL ആണെങ്കിൽ ഓക്കെ. ഇത് രണ്ടും എന്താ സംഭവിക്കാന്ന് എനിക്കറിയാം. മാക്സിമം എനിക്ക് ലോസ് വന്നാൽ ചിലപ്പോൾ 6,000, 3 ട്രേഡിലെ ലോസ് 6,000 എനിക്ക് വരും, അല്ലെങ്കിൽ 4,000 ആണ് അധികം ലോസ് വരിക. മാക്സിമം വന്നാൽ 6,000. ഇതിൻ്റെ അപ്പുറത്തേക്ക് സംഭവിക്കാനില്ല. ഇനി എത്ര നല്ല ചാൻസ് ഉണ്ടെങ്കിലും ചെയ്യില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ടാർജറ്റ് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ടാർജറ്റ് ഓരോ ഡിപ്പെൻസ് ഇതിനനുസരിച്ചിട്ടായിരിക്കും, ഏരിയക്ക് അനുസരിച്ചിട്ട്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:19. നിഫ്റ്റി നമുക്ക് ഒരു എന്താ പറയുക, ഇന്ന് ഞാൻ മാർക്ക് ചെയ്ത് 24,574 ടാപ്പ് ചെയ്തിട്ട് താഴെയാണ് നിൽക്കുന്നത് നിഫ്റ്റിയിൽ. നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറും അതുപോലെ തന്നെ താഴെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയും താഴെ ഒക്കെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ബാങ്ക് നിഫ്റ്റി എടുത്തില്ലെങ്കിലും നിഫ്റ്റി എടുത്തിട്ടുണ്ട് നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ഏരിയ. അപ്പോൾ ഈ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. 24,575 ഒക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ 590-80 റേഞ്ചിലുള്ളത് ഒരു കുറച്ച് പോയിന്റ് താഴെ വരികയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ പ്രീമിയം ഉള്ളത് 186 180 റേഞ്ചിലൊക്കെ വരും. മിക്കവാറും ആ റേഞ്ചിലൊക്കെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത്. ആ ഒരു സമയമാകുമ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് 6 പോയിന്റ്സ് കൊടുക്കാം. അതാണിപ്പോൾ ഇനീഷ്യൽ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ടാർജറ്റ് ഇന്നത്തെ ഡേ ഹൈ ആണെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സ്മോളാണ് സ്വിംഗ് ഹൈ ഉള്ളത്. ഡേ ഹൈ വെച്ചാൽ 1:5 കിട്ടാൻ പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊരു ഡേ ഹൈയും ചിലപ്പോൾ 5 മിനിറ്റ്സിൻ്റെ 50 മിനിറ്റ്സിൻ്റെ ഹൈ ആണെങ്കിൽ അതും ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ എൻട്രി തരാതെ ഡേ ഹൈ എടുത്ത് മുകളിൽ പോകണമെങ്കിൽ ആ എൻട്രി ഞാൻ എടുക്കൂല കേട്ടോ നിഫ്റ്റിയിലുള്ള. പിന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. സമയം 9:21. ബാങ്ക് നിഫ്റ്റി 53,500 കറക്റ്റ് റിവേഴ്സൽ ചെയ്താൽ അപ്പോൾ അതിൻ്റെ താഴേക്ക് വരാനും പോസിബിലിറ്റി ഉണ്ട്. അത് താഴേക്ക് വരുമ്പോൾ നമ്മുടെ എൻട്രി വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 24,590 ഇപ്പോൾ ഉള്ളത്. 575 എത്തട്ടെ, എന്നാൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു അഗ്രസീവ് എൻട്രി നമുക്ക് എടുക്കാവുന്നതാണ് ആ ഒരു ഏരിയയിൽ നിന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ അത് ചിലപ്പോൾ മിക്കവാറും ഒരു 5 മിനിറ്റ്സ് ഹൈ അതൊക്കെ ആയിരിക്കും. അത് ബ്രേക്ക് ചെയ്യണം, പിന്നെ ഞാൻ ആ ട്രേഡ് എടുക്കൂല കേട്ടോ. കാരണം ഫസ്റ്റ് അല്ലെങ്കിൽ അവിടുന്ന് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടാർജറ്റ് വലിയ ടാർജറ്റാണ്. പക്ഷേ ഡേ ഹൈ എത്തിക്കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാനാണ്. പക്ഷേ ആ 5 മിനിറ്റ്സിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ട്രേഡ് ഇപ്പോൾ തൽക്കാലം ഡ്രോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് നല്ല ചാൻസ് വരട്ടെ. പ്രീമിയം ഒക്കെ പറഞ്ഞ് 200 ആയിട്ടുണ്ട്. അപ്പം ഇനി ആ ഒരു ചാൻസ് വരികയാണെങ്കിൽ നോക്കണ്ട. ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ എൻട്രി എടുക്കാതെ കഴിഞ്ഞുള്ള കാരണം ഞാൻ പറഞ്ഞു. ഒരു ട്രേഡ് താഴെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പൈക്കിൽ ഡേ ഹൈ ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ടാവും, പ്രോഫിറ്റ് ആവും അത്. അപ്പോൾ ഒരു ലിക്വിഡിറ്റി ഏരിയ ആകുമ്പോൾ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ടാർജറ്റ് എത്തിയില്ലെങ്കിൽ ഒരു കോസ്റ്റ് പ്രൈസിലേക്കും വെക്കാം ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ. പിന്നെ നമ്മൾ എടുത്തിട്ട് വേണ്ട, പറന്നു പോകുന്നതാ വേണ്ട. ഇനി ആ ഒരു എൻട്രി കൺസിഡർ ചെയ്യേണ്ട, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 10:53. നമുക്ക് ഒരു അപ്സൈഡിലേക്ക് തന്നെ എൻട്രി നോക്കാം. ഫസ്റ്റ് ഇതുവരെ ട്രേഡ് എടുത്തിട്ടില്ല, കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. അപ്സൈഡിലേക്ക് ട്രേഡ് നോക്കാം. കാരണം ഇവിടെ നമുക്കൊരു ഇന്ന് രാവിലെ ഞാൻ മാർക്ക് ചെയ്ത് 24,500, 24,497 എന്നുള്ള റേഞ്ചിന് താഴേക്ക് നിഫ്റ്റി നല്ലൊരു ഫാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ആളുകൾ ഡൗൺ സൈഡിലേക്ക് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ഏരിയ നോക്കിയിട്ട് അപ്സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. 2 ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് അവിടെ തൊട്ടടുത്തായിട്ട്. അപ്പം അത്യാവശ്യം പോയിന്റ് ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് ഏരിയയിൽ തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയ ടാർജറ്റ് എന്ന് വെച്ചാൽ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ്സ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ ഹൈ എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം
അടുത്തൊരു ഡൗൺ സൈഡും ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയപ്പെടും. അപ്പോൾ നമുക്ക് ഒരു ഹൈ എടുക്കുമ്പോൾ തന്നെ ഇറങ്ങാൻ നോക്കാം, എന്നിട്ട് പിന്നെയും അവസരം ഉണ്ടാകുമ്പോൾ കയറാം, അതാണ് നല്ലത്. മാർക്കറ്റ് ഇത്രയും ഫാൾ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡയറക്റ്റ് ഒരു അപ്സൈഡ് കാണിക്കുമ്പോൾ തന്നെ കയറാനൊക്കെയാണ് നല്ലത്. കുറച്ചും കൂടി ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് മാർക്കറ്റ് ഞാൻ മുകളിലേക്ക് കയറുകയാണെന്നുള്ള തോന്നിച്ച് പിന്നെ ആളുകളുടെ സെല്ലൊക്കെ എടുക്കുമ്പോൾ കയറാണ് കുറച്ചും കൂടി ബെറ്റർ. അതുകൊണ്ട് ഫസ്റ്റ് ട്രേഡ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹൈ എടുക്കുമ്പോൾ സ്വിങ് ഹൈ എടുക്കുമ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി നോക്കുകയായിരിക്കും നന്നാവും. ഏതായാലും നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ചേഞ്ച് ഓഫ് ഹെയർ ട്രേഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്യാൻഡിലിന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഡൺ. നമുക്ക് എൻട്രി എടുക്കാം. നിഫ്റ്റി എൻട്രി എടുക്കാം. ഓക്കെ ഡൺ. എൻട്രി ബൈ ചെയ്യാം. 24,400 കോൾ ഓപ്ഷൻ ആട്ടെ വാങ്ങിയത്, 186.95 അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 6 പോയിൻറ്റ് താഴേക്ക് 181 എത്തിക്കഴിഞ്ഞാൽ എൻ്റെ എസ് എൽ അടിച്ചു പോകും. അതാണ് മിക്കവാറും ഉണ്ടാവുക. അതായത് 2,000 രൂപയായിരിക്കും ഈ ട്രേഡിൽ ലോസ് വരിക. ഇനിയിപ്പോൾ ടാർജറ്റ് തന്നെ ഞാൻ പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള സ്വിങ് ഹൈയിൽ ടാർജറ്റ് വെക്കുക, അതായിരിക്കും നന്നാവുക. എന്നിട്ട് വീണ്ടും ഒരു അപ്പോൾ താഴെയും ലിക്വിഡിറ്റി ടാപ്പ് ആകുമ്പോൾ നമുക്ക് നോക്കാം അവസരം വരികയാണെങ്കിൽ നോക്കാം. നല്ല അടിപൊളി മൂവ്മെൻ്റ് ആട്ടോ. ട്രേഡ് എടുത്താൽ തന്നെ നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റാണ്. 186 എടുത്തിട്ട് ഒറ്റയടിക്ക് തന്നെ 196 വരെയൊക്കെ പോയില്ലേ. അതായത് 10 പോയിന്റ് പെട്ടെന്ന് സെക്കൻഡാണ്. അതായത് ലിക്വിഡിറ്റി ഏരിയൻ്റെ പ്രത്യേകത ട്രേഡ് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രോഫിറ്റ് അധിക സമയം കാണിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ല, നല്ല മൊമെൻ്റം ഉണ്ട്. മിക്കവാറും 1:5 ഒന്നും ഉണ്ടാവില്ല. ആ സ്വിങ് ഹൈ എടുക്കുന്ന സമയത്ത് തന്നെ ഇറങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ. ഇത്രയും വലിയ ടാർജറ്റ് ഞാൻ വെക്കുന്നില്ല, കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു മാർക്കറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു അവസരമൊക്കെ എത്തുമ്പോൾ നോക്കാം. ഈ ഒരു ഹൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം. 24,470 ടാപ്പ് ചെയ്ത് ഒന്ന് അവിടുത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഇറങ്ങാം. കാരണം അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഡൗൺ സൈഡിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ആവും. അപ്പോൾ വീണ്ടും താഴെ വന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ചു പോകുന്നതെങ്കിൽ ആ എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം, അതായിരിക്കും നന്നാവുക. കുറേ ദിവസങ്ങളിൽ അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ കാണുന്നുണ്ട്. ഒരു മാർക്കറ്റ് ഒരു മൊമെൻറ്റം കാണിച്ചിട്ട് ഒരു വീണ്ടും ഹൈ ഒക്കെ എടുത്ത് പോകുമ്പോൾ നമ്മൾ ഇറങ്ങി ബ്രേക്ക് ഔട്ട് പോയി മുകളിലേക്കാണ് വീണ്ടും താഴെ വന്നിട്ട് ലിക്വിഡിറ്റി എടുത്തിട്ട്. കാരണം ലിക്വിഡിറ്റി എത്രത്തോളം ഈ അപ്സൈഡ് മാർക്കറ്റിനാണ് ഇത്തരം മൂവ്മെൻറ്റ്സ് അധികം കാണുന്നത് കേട്ടോ. അതായത് അപ്സൈഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഓർഡർ കളക്ട് ചെയ്ത് സ്റ്റോക്കുകൾ വാങ്ങി ടൈം എടുത്തിട്ടായിരിക്കും വാങ്ങുക. അപ്പോൾ അതിന് പെട്ടെന്നൊരു മൂവ്മെൻറ്റം തരുന്നത് പൊതുവേ കുറവാണ്. നേരെ മറിച്ച് ഡൗൺ സൈഡിലേക്കാണ് നമുക്കൊരു എൻട്രി അല്ലെങ്കിൽ മൂവ്മെൻ്റ് എങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ചാൻസ് പലപ്പോഴും കാണാറുണ്ട്. അത് നിങ്ങൾ തന്നെ ഓപ്ഷൻസ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 474 ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഈ ട്രേഡിൽ ഇറങ്ങിയിട്ട് വീണ്ടും കയറണം, അല്ലെങ്കിൽ നോക്കലേ മാർക്കറ്റ് കുറച്ചും കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ 1:5 കിട്ടിയാൽ അടിപൊളി. 8,000 9,600 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. 9,000 ഏതായാലും നോക്കാം. 3,000 ആ റേഞ്ചിൽ നല്ല മൊമെൻറ്റം, അത് അടിപൊളി പോയി. 186 എൻട്രി എടുത്തിട്ട് 210 വരെ പെട്ടെന്ന് പോയില്ലേ. 110 പോയി. 9,000 ഒക്കെ കാണിച്ചിരുന്നു. പക്ഷേ നോക്കാം, നമുക്ക് അവിടുത്തെ ഒരു പരിപാടി എന്താ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക, അതാണ് നല്ലത്. അവിടെ അധികം വെയിറ്റ് ചെയ്ത് നിന്നാൽ ചിലപ്പോൾ ഒറ്റയടിക്കാണ്ട് പ്രോഫിറ്റാണ് ഡൗൺ ആവുകയും ചെയ്യും. ഇനി മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ്സിലേക്ക് ലിക്വിഡിറ്റി ഏരിയ ഒക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും. അതാണ് പലപ്പോഴും കണ്ടുവരുന്നത് മാർക്കറ്റിൽ. ഒരു ട്രേഡ് അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റം പോകുന്ന മാതിരി കാണിച്ച്, നല്ല ബെയറിഷ് മാർക്കറ്റ് അല്ലേ, അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റം പോകുന്ന മാതിരി കാണിക്കുമ്പോൾ പലപ്പോഴും ബുള്ളിഷ് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഈ ബ്രേക്ക് ഔട്ടൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കയറുക. മാർക്കറ്റ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയല്ലോ, ഇപ്പോഴായിരിക്കും അപ്സൈഡിലേക്ക് കയറുക. അപ്പോൾ അങ്ങനെ കണ്ട് മാർക്കറ്റ് പലപ്പോഴും പോകാറില്ല. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്ട്രൈറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും ചെയ്യാം. വീണ്ടും 1:5 റേഞ്ചിലേക്ക് വരുന്നുണ്ടല്ലേ. 1:5 അടിച്ചാൽ നമുക്ക് ബുക്ക് ചെയ്യാം. 9,000 അത് എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ മൊബൈലിന് എക്സിറ്റ് ചെയ്ത്. കാരണം ചിലപ്പോൾ അവിടുന്ന് ഒരു റിവേഴ്സലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ട. 186 എൻട്രി 212 നമുക്ക് ഓൾമോസ്റ്റ് 9,000 റേഞ്ചിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഈ ട്രേഡിൽ. സ്പൈക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10,000 കിട്ടുമെന്നുള്ളതിലാണ്ട് ബുക്ക് ചെയ്തതാണ്. വീണ്ടും കണ്ടോ, ഞാൻ പറഞ്ഞ ഒരു ലിക്വിഡിറ്റി ഏരിയ വീണ്ടും താഴെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എടുക്കുമ്പോൾ ഇനി 24,500 താഴെ 500 താഴെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇനി വീണ്ടും ഒരു അപ്സൈഡ് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം, അതായിരിക്കും നന്നാവുക. പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് കണ്ടാൽ അറിയാം. പ്രീമിയം ഓൾമോസ്റ്റ്
212 വരും. ആ റേഞ്ച് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇനിയും വീണ്ടും ഒരു 180 ഒക്കെ താഴെ വന്നാൽ വീണ്ടും അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് എൻട്രി വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് 3 മിനിറ്റ് കൊണ്ട് ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് 3 മിനിറ്റ് കൊണ്ട് 1:5 ഒക്കെ ആവുക എന്ന് പറഞ്ഞല്ലേ. അതാണ് പിന്നെ ഈ ലിക്വിഡിറ്റിയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും നല്ലൊരു മൊമെൻറ്റം കാണിക്കാറുണ്ട്. അത് വീണ്ടും മുകളിലേക്ക് തന്നെയാണല്ലോ. എന്നും നമ്മൾ അങ്ങനെയാണ്, മാർക്കറ്റ് ബെയറിഷായിട്ട് വരും എന്നൊക്കെ കരുതിയ സാധനം ചിലപ്പോൾ ഇന്ന് മുകളിലേക്ക് പോകും. മുകളിലൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, 24,533. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡിലേക്ക് വേണമെങ്കിൽ നോക്കാം കേട്ടോ, ട്രേഡ് നോക്കാം. അതായിരിക്കും നന്നാവുക. ഈ ട്രേഡ് കുഴപ്പമില്ല, എക്സിറ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഇനി അപ്പ് സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കാം. രണ്ടും അവസരമുണ്ട്. അവിടെ ടാപ്പ് ചെയ്താൽ താഴേക്ക് നോക്കാൻ അവസരമുണ്ട്. നമുക്ക് ഏത് പല എൻട്രീസും കിട്ടുന്നുള്ളതാണ്. ഇനി 24,598 ഇതിൽ ഫ്യൂച്ചറിലല്ലേ. ബാങ്ക് നിഫ്റ്റി പറന്ന് പോകാണല്ലോ. പ്രീമിയം 218 ആയി. നമ്മൾ 212 തന്നെ എക്സിറ്റ് ചെയ്ത്. കറക്റ്റ് 1:5 കിട്ടിയിരുന്നു കേട്ടോ, വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ. നമുക്ക് താഴേക്ക് നോക്കാം. ഇനി മുകളിൽ ടാപ്പ് ചെയ്യുമ്പോൾ 24,533 ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതാണ് നല്ലത്. ഇനിമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:40 ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് നന്നായി. നമ്മൾ വലിയൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് വന്നില്ല, കൊണ്ട് താഴേക്ക് തന്നെ വന്ന് മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റി 53,000 എന്നുള്ള ലെവലിൽ ഒരുപാട് നേരെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് ഒരു അപ്സൈഡിലേക്കും ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. അവിടെ അതിൻ്റെ താഴെ 52,930 താഴേക്ക് വരാനൊരു പോസിബിലിറ്റി ഉണ്ട്. അതിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് നോക്കാം. കാരണം ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ ഒരുപാട് സ്പെൻഡ് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി 24,533 ടാപ്പ് ചെയ്യണ താഴേക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്, നമുക്ക് താഴേക്കുള്ള അവസരം കിട്ടിയില്ല. ഇപ്പോൾ 5 മിനിറ്റ്സ് ഒരു ലിക്വിഡിറ്റിയാണ് നിഫ്റ്റി എടുത്തത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നതിനോട് ആ ട്രേഡ് ഞാൻ എടുത്തിട്ടില്ല. ഡൗൺ സൈഡിലേക്ക് തന്നെ വരികയാണെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ 52,936 താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് നോക്കുക ബാങ്ക് നിഫ്റ്റി. അതാണ് ഇപ്പോൾ പ്ലാന്. ഞാൻ ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11:43. നമ്മൾ അപ്രതീക്ഷിതമായി തന്നെ കേട്ടോ. ബാങ്ക് നിഫ്റ്റി കറക്റ്റ് 53,000 അവിടെ സ്പെൻഡ് ചെയ്ത് താഴെ ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ആ ട്രെൻഡിലേയും ബ്രേക്ക് ഔട്ട് ചെയ്ത് അപ്സൈഡിലേക്ക് പോയ ആളുകളൊക്കെ SL കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിഫ്റ്റിയിൽ ഇതേപോലെ ഒരു IDX കൊണ്ടുണ്ടാക്കി 24,500 റേഞ്ചിൽ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാൻ അവസരം വേണമെങ്കിൽ നോക്കാം. ഇനി അല്ല, മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിലേക്കുള്ള ഒരു ട്രേഡാണ്. അത് പ്രീവിയസ് ഡേയിലെ മാർക്കിംഗ് ആട്ടോ. പക്ഷേ അതൊരു എനിക്ക് തോന്നുന്ന ഒരു പ്രോബബിലിറ്റി ഉണ്ട് കുറച്ചൊന്ന് അപ്സൈഡിലേക്ക് പോകാൻ. അറ്റ്ലീസ്റ്റ് നമ്മൾ ടാർഗറ്റ് 53,400 വരെയൊക്കെ വെക്കാം. അതുപോലെ ഒരു എന്താ പറയുക, നോർമലി ആളുകൾ നോക്കുന്ന ഒരു സാധനമാണ് ഫിബ് റീട്രേസ്മെൻറ്റ് ലെവൽ. അവിടെ 5 ഫിബ് റീട്രേസ്മെൻറ്റ് കറക്റ്റ് മാർക്കറ്റ് റിയാക്ട് ചെയ്ത 50 മിനിറ്റ്സിൻ്റെ ക്യാനലിൽ ഹൈ ബ്രേക്ക് കൊട്ടുമ്പോൾ മുകളിലേക്ക് കയറിയ ആളുകളൊക്കെ പെസൽ അടിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പുകൾ പലപ്പോഴും എല്ലാ ടൈപ്പ് ഓഫ് പ്രൈസ് ആക്ഷനും അധികം ട്രാപ്പാണ്. ഫിബൊനാച്ചി വർക്ക് ആവുന്ന സമയങ്ങളും ഉണ്ടാവും കേട്ടോ. അതല്ല ഞാൻ പറയുന്നത് വർക്ക്. പക്ഷേ പ്രോബബിലിറ്റി വർക്ക് ആവുന്നതിനേക്കാൾ വർക്ക് ആവാതിരിക്കുന്ന സമയങ്ങളാണ് നോർമൽ പ്രൈസ് ആക്ഷന് പ്രോബബിലിറ്റി കൂടുതൽ ഉണ്ടാവുക. 11:46 നമുക്ക് ഒരു എൻട്രി അപ്സൈഡിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല ടാർഗറ്റ് ഉണ്ട് അവിടെ. അതൊരു പ്രീവിയസ് ഡേയിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഡേക്ക് അനുസരിച്ച് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡ് വെച്ചാൽ ഞാൻ അത് 53,000 അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു പ്രതീക്ഷ വെക്കുന്നത് മുകളിലേക്ക് നിന്ന് മാർക്കറ്റ് ഒന്നും കൂടി പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വ്യൂ. ഇപ്പോഴത്തെ കുറച്ച് നേരം, അതായത് അറ്റ്ലീസ്റ്റ് ഒരു സിങ് ഹൈ എടുക്കാനെങ്കിലും പോകുന്നുള്ളതാണ്. സിങ് ഹൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാം. അതായത് ഈ ഒരു ട്രേഡ് എടുത്തിട്ട് ഇതിൻ്റെ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ളൊരു എൻട്രി നോക്കാം. കാരണം ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു ബെയറിഷ് മാർക്കറ്റിൽ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള എൻട്രി നോക്കാവുന്നതാണ്. ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാം. രണ്ടും ഉണ്ട്. അപ്പോൾ ഈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നോക്കാം, നമുക്ക് ആദ്യം കിട്ടിയിട്ടാണല്ലോ ടാർഗറ്റ് അടിക്കില്ല. ടാർഗറ്റ് അടിച്ചിട്ടാണല്ലോ ഡൗൺ സൈഡ് നോക്കില്ല. അതൊക്കെ പിന്നീട്. തൽക്കാലം നമുക്ക് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് എൻട്രി ഇതൊക്കെ കൊടുത്ത് റെഡിയാക്കി വെക്കാം. സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആണ്. എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് അല്ലേ, മാർക്കറ്റ് വരുന്നുണ്ട്. വരട്ടെ. ഫ്യൂച്ചറിന് എന്താ ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിൻ്റെ അവസ്ഥ എന്താ?
എൻട്രി ടാപ്പായിട്ടില്ല, എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടില്ല. വരട്ടെ, വന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റ് ബെയറിഷ് മാർക്കറ്റ് ആണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ബുള്ളിഷിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഇത്രയും നേരം ബെയറിഷാണ്, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റും നമ്മൾ തരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പ്രീമിയം ഒന്നും താഴെ ഇല്ല, പ്രീമിയം ഒന്ന് താഴട്ടെ, 573 താഴേക്കൊക്കെ വരട്ടെ, എന്നിട്ടൊക്കെ എടുക്കേണ്ടത്. ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ വെയിറ്റിംഗ് ഫോർ എൻട്രി. പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ പ്രീമിയം ഒക്കെ കുറച്ചൊന്ന് ചെറുതായി താഴേക്ക് വരുന്നുണ്ട് അല്ലേ. എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് 567 ബൈ കൊടുക്കാം. 567.40 ബൈ ചെയ്യുന്നത്. എസ് എൽ നമുക്ക് 20 പോയിൻറ്റ്സ് ആണ്, 20 പോയിൻ്റാണ് എസ് എൽ വരിക. അതായത് ലോസ് വരികയാണെങ്കിൽ 2100, 150, 200 ആ റേഞ്ചിലായിരിക്കും ലോസ് വരിക. അയ്യോ അവിടെ ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് കറക്റ്റ് 53,000 ലെവലല്ലേ. അതും കൂടി ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ട് എൻട്രി നോക്കിയാൽ മതിയായിരുന്നു. അതായിരുന്നു നന്ന്. 53.12 എത്തിയിട്ടുണ്ട്. അത് 53,000 താഴെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ലിക്വിഡിറ്റി, ഫ്യൂച്ചറിലും കൂടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മളെ സ്റ്റോപ്പ് ലോസ് പോകുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇൻ കേസ് ഇത് എസ് എൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡും കൂടി ഞാൻ മുകളിലേക്ക് കൊടുക്കും. കാരണം ഫ്യൂച്ചർ ചാർട്ടിൽ 53,000 താഴേക്ക് വരികയാണെങ്കിൽ ഒരു അപ്സൈഡ് ട്രേഡ് ഞാൻ എടുക്കും കേട്ടോ, ഇനി എസ് എൽ അടിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും, മാക്സിമം 3 ട്രേഡ് അപ്പോൾ കഴിയും. ഇൻ കേസ് ഇത് എസ് എൽ അടിക്കും, ഇൻ കേസ് മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ട്രേഡും കൂടെ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ ഞാൻ തേർഡ് ട്രേഡ് എടുക്കും. കാരണം അപ്സൈഡ് ഇത് ടാർജറ്റ് വെക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കാം ഇത് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ. ഇൻ കേസ് ഇത് എസ് എൽ അടിക്കുകയാണെങ്കിൽ ഒരു എൻട്രിയും കൂടെ ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. അപ്സൈഡിലേക്ക് തന്നെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും എസ് എൽ അടിക്കുകയാണെങ്കിൽ വരാം. കാരണം ഓൾറെഡി താഴേക്ക് ഇതിപ്പോൾ 53,011 എത്തിയിട്ട് ഫ്യൂച്ചർ 53,003. അതുകൊണ്ട് വിക്കിങ്ങോട് മുകളിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അപ്പോൾ വലിയ ലോസൊന്നും ഇല്ല കേട്ടോ. 300 രൂപയൊക്കെ ലോസിലുള്ളൂ. ചെറിയ പ്രോഫിറ്റ് മീൻസ് വലിയ പോയിൻറ്റ്സ് ഒന്നും കുറഞ്ഞിട്ടില്ല. പക്ഷെ 53,022 തന്നെയാണ് ഫ്യൂച്ചർ ചാർട്ട് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിൻ്റെ. ഇതൊക്കെ നമ്മൾ ലിക്വിഡിറ്റി ഏരിയ നോക്കുന്നതിനനുസരിച്ച് തന്നെ ഈ കാര്യം കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്യണ. പലപ്പോഴും എന്താ വെച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ബാങ്ക് നിഫ്റ്റി 53,000 മുകളിൽ കുറച്ച് 53,020 53,020, 30 റേഞ്ചിൽ അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ പൊതുവേ അവിടെ ആളുകൾ എന്തായിരിക്കും പൊതുവേ ചിന്തിക്കുക 53,000 നല്ല സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകും എന്നുള്ള ഇതാണ് നമ്മൾ പലപ്പോഴും ബിഗിനിങ് സ്റ്റേജിലൊക്കെ പഠിച്ച കാര്യം. അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക, അതിനെ ബ്രേക്ക് ചെയ്ത് താഴെ വരാൻ പ്രോബബിലിറ്റിയാണ് എൻ്റെ സെറ്റപ്പിൽ ഞാൻ കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്, അവിടെ വന്നിട്ട് താഴേക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ വന്നും ചെയ്തു മാർക്കറ്റ്. അതെപ്പോഴും വരണമെന്നല്ല, പക്ഷേ കൂടുതൽ സമയം ആ ഒരു രീതിയിലായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 53,000 താഴത്ത് വരെ വന്നിട്ടില്ല കേട്ടോ ഫ്യൂച്ചർ. ഏതായാലും നോക്കട്ടെ, മിക്കവാറും ഇവിടുന്ന് അടുത്ത് മാർക്കറ്റ് എക്സാക്ട്ലി 53,000 തൊട്ടാണ് കയറി ചിലപ്പോൾ എസ് എൽ അടിക്കൂല നമ്മുടെ. ഏതായാലും നോക്കാം, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് താഴേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ്. മുകളിലേക്ക് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ താഴേക്ക് വന്ന് നമ്മുടെ ടൈമിംഗ് കൂടെ കാണാം. പെട്ടെന്ന് 4 മിനിറ്റ് കൊണ്ട് എസ് എൽ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാർജറ്റ് അടിച്ച ട്രേഡും അതേപോലെ തന്നെ 3 മിനിറ്റ് കൊണ്ടാണ് എസ് എൽ അടിച്ചത്. ഇനി ഞാൻ പറഞ്ഞ ഫ്യൂച്ചർ ചാർട്ട് ഇതേപോലെ 53,000 താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒരു ട്രേഡ് അപ്സൈഡിലേക്കും പ്ലാൻ ചെയ്യാം. ഒറ്റ ട്രേഡ്, ലാസ്റ്റ് ട്രേഡ് ഞാൻ ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ ഒറ്റ ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട്. ആ ഒരു ട്രേഡ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ചാർട്ട് കറക്റ്റ് 53,000 താഴേക്ക് സ്പൈക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഞാനൊരു അഗ്രസീവായിട്ട് ട്രേഡ് എടുത്തത്. നമ്മുടെ ഒരു സെറ്റപ്പ് പ്രകാരം എന്നല്ല, സെറ്റപ്പ് പ്രകാരമുള്ള ട്രേഡിൽ എസ് എൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ വലിയ ടാർജറ്റാണ് ഉള്ളത്, 400 പോയിന്റ് ഉണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട് അല്ലേ. 1:1 എത്തിക്കഴിഞ്ഞാൽ ഞാൻ, അതായത് ഇപ്പോൾ 0 ലോസ് എത്തിക്കഴിഞ്ഞാൽ ഈ ട്രേഡിൽ നേരത്തെ 2,000 ലോസ് ഉണ്ട്, 0 ലോസ് എത്തിയാൽ കോസ്റ്റ് പ്രൈസിലേക്ക് പോകും. അതാണ് ഇപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ റൂള്. കാരണം
ഇത് മൂന്നാമത്തെ ട്രേഡാണ്. മൂന്നാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരം എന്നല്ല, ഒരു ഇൻറ്റ്യൂഷൻ്റെ പുറത്തെടുത്താണ്. മാർക്കറ്റ് ചെറിയൊരു ബൗൺസ് ബാക്ക് എങ്കിലും തരും എന്നുള്ള വ്യൂ അതൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ ഉള്ള. അപ്പോൾ 1:1 അപ്പോൾ 1:1 ആയിട്ടുണ്ട്. ഞാനത് കോസ്റ്റ് പ്രൈസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മാക്സിമം നമ്മുടെ മൂന്നാമത്തെ ട്രേഡാണ്. ഇത് ട്രേഡ് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ഇല്ല. ഇനി ഇൻ കേസ് അതിൽ ഇനി കോസ്റ്റ് പ്രൈസിലേക്ക് ലോസ് വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം നേരത്തെ ഉണ്ടായിരുന്ന അതേ ലോസ് 6,000 സംതിങ് പ്രോഫിറ്റിൽ ഇന്ന് ക്ലോസ് ചെയ്യാം. 3 ട്രേഡും ക്ലോസ് ചെയ്യാം. ഇൻ കേസ് മാർക്കറ്റ് പോവുകയാണെങ്കിൽ പറന്ന് അപ്സൈഡിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ മാക്സിമം പോട്ടെ. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നമ്മൾ 53,000 എന്നുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു പുൾ ബാക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ പൊതുവേ ഞാൻ പറയാറുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ബൗൺസ് ചെയ്യുന്ന മാതിരി ഒരു ബൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ചെറിയ റിവേഴ്സൽ വന്നാൽ പണിയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൽ അടിച്ചു പോകും. പക്ഷേ ഇതേ സ്പോട്ടിൽ നിന്ന് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. മാർക്കറ്റിന് മുകളിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ ഇവിടെ തന്നെ മാർക്കറ്റിന് മുകളിലേക്ക് പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ തേർഡ് ട്രേഡ് ആകുമ്പോൾ ട്രേഡിൽ പലപ്പോഴും നമ്മുടെ നോർമലി ഫസ്റ്റത്തെ 2 ട്രേഡിൻ്റെ പോലത്തെ എക്സാക്ട്ലി ടാർഗറ്റ് SL അല്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ചെയ്യും. ഇപ്പോൾ 1:1 എത്തി അല്ലെങ്കിൽ 2 എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കോസ്റ്റ് വെക്കും. തൊട്ടടുത്തൊരു സിംഗ് ഹൈ എത്തിക്കഴിഞ്ഞാൽ കോസ്റ്റ്. പലതും പല രീതിയിലാണ് ചെയ്യാറുള്ളത്. സമയം 11:59 ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് അവിടെ. അതായത് നമ്മുടെ മൂന്നാമത്തെ ട്രേഡിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തി. ടോട്ടൽ 3 ട്രേഡ് ഇവിടെ കാണാം. നമുക്ക് 6,500 ഇന്ന് പ്രോഫിറ്റിലാണ്. സമയം 12 മണി ആയിട്ടുള്ളൂ. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും പരിപാടികൾ നോക്കാം. ചാർട്ട് നോക്കി അനലൈസ് ചെയ്തൊക്കെ ചെയ്യാം. ഏതായാലും നമുക്ക് നാളത്തെ ദിവസത്തെ നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം. ഇനി താങ്ക് യു, ബൈ.